അതും നമ്മളുടെ നാടൻ കാര്യം തന്നെയാണ്. ഇപ്പോൾ സീസൺ ആയിട്ടുള്ള കാര്യമാണ്. ചക്കയാണല്ലോ ഇപ്പോൾ സീസൺ. നല്ല ചക്കപ്പഴത്തിൻ്റെ ചക്കക്കുരു ആണെങ്കിലും അല്ല പച്ചച്ചക്കയുടെ ആണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ പഴുത്ത ചക്കയുടെ ചക്കക്കുരു വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അത് കൂടുതൽ സ്വാദ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയണ്ടേ? ചക്കക്കുരു വറുത്തത്. ചക്കക്കുരു എങ്ങനെയാണ് വറുക്കുന്നത്? എളുപ്പമാണോ? എളുപ്പം തന്നെയാണ്. ചക്കക്കുരു വേവിക്കേണ്ട ആവശ്യം പോലും ഇല്ല, അല്ലാതെ തന്നെ നമുക്ക് വറുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വിഭവം കൂടെ നമുക്ക് തയ്യാറാക്കാം. അത് നമ്മുടെ മഴക്കാല വിഭവങ്ങളുടെ കൂട്ടത്തിൽ ചക്കക്കുരു വറുത്തത്. അപ്പോൾ ചക്കക്കുരു വറുത്തതിന് എന്താ വേണ്ടത്? ചക്കക്കുരു വറുത്തതിന് വേറെ ഒന്നും വേണ്ട. നല്ല ഇനം ചക്കക്കുരു, അത് പഴുത്ത ചക്കയാണെങ്കിൽ കൂടുതൽ നല്ലത്. അതിൻ്റെ കുരുവാണെങ്കിൽ തൊലി കളഞ്ഞ് ചുരണ്ടിയെടുത്തതും, അതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് പുരട്ടി വെക്കുന്നു. പിന്നെ എണ്ണ, വറുത്ത് കോരാനുള്ള എണ്ണ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം, അത് കാണാം. അപ്പോൾ ചക്കക്കുരു ഇങ്ങനെ മുഴുവനെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇത് നമുക്കൊരു തോന്നലുണ്ടാകും ഇതെങ്ങനെ വറുക്കുന്നത്, വേഗമോ എങ്ങനെയാണ്? പക്ഷേ കറക്റ്റായിട്ട് വേഗം. പ്രത്യേകിച്ച് വേവിച്ചിട്ട് വറുക്കേണ്ട ആവശ്യമില്ല. ചിപ്സ് വറുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇച്ചിരി ഉപ്പ്, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, നമുക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് പുരട്ടി വയ്ക്കണം. ഒരല്പം നേരം വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇച്ചിരി പിടിക്കുമല്ലോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ. ഉള്ളിലേക്ക് വലുതായിട്ടൊന്നും പിടിക്കില്ലെങ്കിലും ഒരു ഔട്ടർ കവറിങ്ങിൽ എന്തായാലും പിടിക്കും. അതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വല്ല വെളിച്ചെണ്ണയിൽ തന്നെ വറുത്ത് കോരാം. അപ്പം അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വയ്ക്കും. അപ്പോൾ ഇത് വറുത്ത് കോരുകയാണ്. അപ്പോൾ അതിനാവശ്യമായ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കണം. അല്പം ഒന്ന് തീ കുറയ്ക്കാം. അപ്പോൾ മുങ്ങിക്കിടക്കാനുള്ള എണ്ണ. എണ്ണ നല്ല ചൂടായി കിടക്കുമായിരുന്നു, അതുകൊണ്ടാണ് നന്നായിട്ട് ഇങ്ങനെ ബബിൾ ചെയ്ത് വരുന്നത്. ഇപ്പം ഞാൻ തീ കുറച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ചൂട് കുറച്ച് നേരം ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അത് ഇനി കുറച്ച് താഴ്ന്നു വരും. അപ്പോൾ ഇപ്പം ഇനി തീ കുറച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഇനി എണ്ണയുടെ ചൂട് കുറച്ച് കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരല്പം തീ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഈ ചൂട് ക്രമീകരിച്ചിട്ട് ഉള്ളു വേകണം, പുറത്ത് നല്ല കരുകരുപ്പും ഉണ്ടാകണം. ഈ ചക്കക്കുരു ഇങ്ങനെ വറുത്ത് നല്ല ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വറുത്തത് അങ്ങനെ റെഡിയാവും. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു വറുത്തതും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 15 to 20 minutes, 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് സമയം വരെ. അപ്പോൾ നല്ല എണ്ണ നല്ല തിളയ്ക്കുന്ന സമയത്താണ് ഇടേണ്ടത്. അത് കഴിഞ്ഞിട്ട് തീ അല്പം കുറച്ച് കൊടുക്കുക. പിന്നെ ഒരു സ്ലോ ഫയറിൽ കിടന്നിട്ടാണ് മൂക്കേണ്ടത്. അപ്പോൾ നല്ല പുറമേ നല്ല കരുകരുപ്പും അകമെല്ലാം പാകത്തിന് വെന്തിട്ടും ഉണ്ടാവും. എണ്ണയിൽ നിന്ന് മാറ്റി പാത്രത്തിലിടുമ്പോൾ ഒരു ശബ്ദം കേട്ടല്ലോ, അതാണ് നല്ല പാകത്തിന് മൂത്തു എന്നുള്ളതിൻ്റെ സൂചന, ഒരു കരുകരു. ഇതിപ്പോൾ ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതൊരു സാമ്പിൾ പോലെയാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം. ചക്കയുടെ സീസൺ ആകുമ്പോൾ വീട്ടിൽ ചക്കക്കുരു എല്ലാം ധാരാളം ഉണ്ടാവും, പഴുത്ത ചക്കയുടെ പ്രത്യേകിച്ച്. എങ്ങനെയാണെങ്കിലും നമുക്ക് ചക്കയുടെ ഇപ്പം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചക്കയിൽ നിന്നും കളയാനായിട്ട് ഒരു കാര്യമില്ല. ആ മുള്ളു പോലിരിക്കുന്ന ആ ഒരു മടലിൻ്റെ പുറം ഭാഗം മാത്രമേ ചെത്തിക്കളയേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചക്കക്കുരു കൊണ്ട് പല നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഹൽവയോ, പിന്നെന്താ പറയുക, ലഡുവോ, എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം. അവലോസ് പൊടി പോലും നമുക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇത് വറുത്ത് കഴിക്കാം, വേവിച്ച് കഴിക്കാം, ചുട്ട് കഴിക്കാം. അപ്പോൾ വറുത്ത ചക്കക്കുരു, ചുക്ക് കാപ്പി, പിന്നെന്താ നമ്മുടെ ചുണ്ടൻ, ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മുടെ മഴക്കാല വിഭവങ്ങൾ. മഴയെ ആസ്വദിക്കും. അങ്ങനെ നല്ല
വറുത്ത ചക്കക്കുരു ചൂടോടുകൂടിയും നല്ല ചൂട് ചുണ്ടലും പിന്നെന്താ നല്ല ചൂട് ആവി പറക്കുന്ന ചുക്ക് കാപ്പിയും. ഇപ്പോൾ പുറത്തേക്ക് നോക്കൂ, മഴയാണോ? ഈ വിഭവങ്ങൾ കൊണ്ട് നിങ്ങൾ മഴയെ സന്തോഷമായിട്ട് വരവേൽക്കുക. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കൗണ്ടിലൂടെ കാണാം.